ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എൻ്റെ റാണി ചേച്ചിയും പോൾ ചേട്ടനും ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ മകൻ ഷാൻ്റെയും ആശയുടെയും ഒരു പുതിയ വീടാണ് ഞാനിതിൽ ഹോം ടൂറായിട്ട് കാണിക്കുന്നത്. അവരുടെ ഗാർഡനും വീടും ഒക്കെയാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയാണ് അവരുടെ ഗാർഡനും വീടും ഒക്കെ കാണുവാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് പോവാം. ചുമപ്പ് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന വിരിഞ്ഞിട്ടില്ല. വലിയ വലിയ പൂക്കളാണ് അതിൻ്റെ വെള്ളപ്പൂക്കൾ. ഇതും മിക്ക വീടുകളിലും ഇവിടെ കാണാം. ഈ സീസണിൽ നന്നായി പൂവുണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ബൗണ്ടറി പോലെ
ഇവിടെ ബൗണ്ടറി പോലെ ഇവിടെ ഈ ഒരു കുറ്റിച്ചെടി കൊണ്ട് പിടിപ്പിച്ചിരിക്കുക. വെട്ടി നന്നായി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ് അവൻ്റെ വീട്. വാഴയുടെ വെറൈറ്റി ആയിട്ടുള്ള ചെടി ഒറ്റ നിരയായിട്ട് ഫ്രണ്ടിൽ ബോർഡറായിട്ട് വെച്ചിരിക്കുക, മതിലിനോട് ചേർന്ന്. ഇവിടെ വലിയ മതിലൊന്നും അവർ ഫ്രണ്ടിൽ അനുവദിച്ചിട്ടില്ല. ഫ്രണ്ടിൽ വലിയ മതിലൊന്നും അവർ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ഫ്രണ്ട് സൈഡ് ക്ലോസ്ഡ് ആക്കാൻ പാടില്ല എന്നുള്ളതാണ്. സൈഡിൽ മാത്രം ചെറിയ മതിൽ അനുവദിച്ചിട്ട് ഇതങ്ങനെ ബൗണ്ടറി ആയിട്ട് വെച്ചിരിക്കുന്നു. അവർ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ അറേഞ്ച്മെൻറ്റ്സാണിത്. ഇത് വലിയ ക്രെയിൻ പോലെയുള്ളൊരു മെഷീൻ വന്ന്, ലോറി കൊണ്ട് വന്ന് അതിൽ എല്ലാ ആഴ്ചയും കൊണ്ടുപോകും. ഇത് 2 പാം ട്രീസ് ചെറുതായിട്ട് നല്ല സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ചട്ടിയിൽ വെച്ചിരിക്കുന്നു. ഇതിൻ്റെ സൈഡിലാണ് ജീൻസിൻ്റെ സൈഡ് വശത്താണ് റോസെല്ലാം നട്ടിരിക്കുന്നത്. അതിന് വെറൈറ്റി ആയിട്ടുള്ള റോസുകളുണ്ട്. ഇപ്പോൾ പൂ കുറച്ച് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇന്നലെ മഴ പെയ്യുകയാണ്. വൈറ്റ് റോസാണ്, നല്ല പിങ്ക് റോസാണ്, വയലറ്റ് കളർ. ഇത് മഞ്ഞ റോസ്, ഓറഞ്ച്. ഇത് പിങ്ക് റോസാണ്. ഇത് പീച്ച് കളറാണ്. പീച്ച് കളർ റോസ്. ഇത് രണ്ടും വൈറ്റ്. ഇത് രണ്ടും വൈറ്റ് റോസ്. ഇത് പോമഗ്രാനൈറ്റ്. ഇത് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പുഴുവിൻ്റെ ശല്യമുണ്ട്. ഞങ്ങളതുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. കായലെല്ലാം പഴുക്കാറായിട്ടുണ്ട്. ഒത്തിരി കായുണ്ട്, പഴുത്ത് വരാൻ. ഇത് നല്ലൊരു പേരയാണ്. ചെറിയ തരം ഇനം ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റുള്ള പേരയ്ക്ക, ബഡ് പേരയാണ്. നിറച്ച് പേരയ്ക്ക ഉണ്ടാവും. മൂക്കാറായിട്ടില്ല. ഇത് നാരകമാണ്. ഇത് ഓറഞ്ചാണ്. ഓറഞ്ച് അപ്പോൾ ഇത് 8 വർഷമായ ഓറഞ്ചാണ്. നന്നായി ഉണ്ടാവുന്നതാണ്. നന്നായി ഉണ്ടാകും, എല്ലാ വർഷവും നന്നായിട്ട് ഉണ്ടാവും. പക്ഷെ ചെറുതാണിപ്പോൾ, കുറച്ചുണ്ടായിട്ടുണ്ട്. ഗ്രാനീസ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അത് ആപ്പിൾ ടൈപ്പാണ്. കുറച്ച് വലിയ സൈസാവുന്നതാണ് ഇത്. ഒരു അര കിലോയും ചിലതൊക്കെ കിലോ താഴെ, 1/4 കിലോയിൽ മേലെ വലുപ്പത്തിൽ വരാറുള്ള ആപ്പിളാണത്. അതിൻ്റെ ഉള്ളിൽ കുറേ കിടപ്പുണ്ട്, അപ്പം കാണുന്നില്ല. ഉള്ളിലേക്കുണ്ട് വലിയ ആപ്പിളുകൾ ഉള്ളിൽ കിടപ്പുണ്ട്. ഞാൻ കുറേ എല്ലാം പറിച്ചിട്ടില്ല, അതായിട്ട്. ഇത് ചെറി എന്ന് പറയുന്ന മരമാണ്. ഈ വർഷം ഉണ്ടായിട്ടില്ല. നല്ല ചുമന്ന തരം ചെറിയാണ്. വളരെ സ്വീറ്റായിട്ടുള്ള ടൈപ്പാണ്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ അത് സീസണല്ല. ഇനി ഇത് ഷാൻ്റെ പോണ്ടാണ്. ഷാൻ്റെ പോണ്ട ഏരിയ. അവിടെ ഒരു ബാമ്പു വെച്ചിട്ടുണ്ട് വെള്ളപ്പോട്ടിനകത്ത്. പിന്നെ പോണ്ട അങ്ങനെ അതിൻ്റെ ചെറിയ ചെടികളും പാംസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നീട് അര താഴെ വരെ താഴ്ചയുണ്ടെന്ന്. കല്ലൊക്കെ ചുറ്റും വെച്ച് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒരു മൂങ്ങ വെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും കൊക്ക് പോലത്തെ സാധനങ്ങളൊക്കെ വന്ന് കുത്തി തിന്നുന്നു. ഇത് നിറച്ച് ഗോൾഡ് ഫിഷാണ്. ഇപ്പോൾ വളർത്തുന്നതിന് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇങ്ങനെ ഫൗണ്ടനായിട്ട് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക.
എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ചെറിയ ആമ്പലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പൂവുണ്ടാവാറുണ്ട് ആമ്പലിനൊക്കെ. ആണ് എല്ലാ വെറൈറ്റീസും ഉണ്ട്. കുറേ ഡബിൾ കളേഴ്സ്, വൈറ്റ്, അങ്ങനെ ഇതൊരു പിങ്ക് കളറാണ്, വൈറ്റ് റെഡ് വരുന്നുണ്ട്. വളരെയധികം പൂവില്ല, കുറേ ഇങ്ങനെ കൊഴിഞ്ഞ സമയമാണ്. ഓറഞ്ച് ആയിരുന്നു. ഞാൻ ഓറഞ്ച് ഇങ്ങനെ പിടിക്കാക്കി. ഇത് ഓറഞ്ച്. ഇത് പോമഗ്രാനൈറ്റാണ്. നമ്മളെല്ലാം കെട്ടിയിട്ടേക്കാം. അതിന് സൈസിൻ്റെ ഒത്തിരി ടൈപ്പുകളുണ്ട്. എല്ലാം കെട്ടിയിട്ട് എന്നിട്ടും അതിനകത്തുണ്ട്. അത് പറിക്കാനായിട്ടുണ്ട്. പിന്നെ ഇത് പേരയാണ്, ചെറിയ ചെറിയ പേരൊക്കെ ഉണ്ടാകുന്നത്. ഇത് ഓറഞ്ചും വലുതാവുന്നേ ഉള്ളൂ. കുറച്ച് ഓറഞ്ച് ഉണ്ട് ഇതിൽ. 2 മാസം പിടിക്കും. ഞങ്ങൾക്ക് ഈ മാസം പോരും. അപ്പോൾ ഞങ്ങൾക്ക് പോരുന്നതിന് മുമ്പ് ഇതാവില്ല, ചെറുതാണ്. പിന്നെ ഇത് ആപ്പിൾ, ഇത് ഗ്രാനീസ് ആപ്പിൾ എന്നും പറയുന്നത്. ആപ്പിളിൻ്റെ ഇതിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ആപ്പിൾ കിടക്കുന്നതാണ്. ഉള്ളിലേക്ക് കാണാൻ സാധ്യതയാണ്. പിന്നെ ഇത് ചെറിയാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടില്ല. ഒരു വർഷം ഉണ്ടായി. വർഷം നല്ലോണം ഉണ്ടാകാൻ തുടങ്ങി. കുറേ വെട്ടി നിർത്തി ആണ്, അതുകൊണ്ടാണ് കാര്യമായിട്ട് ഉണ്ടാവാതിരിക്കുന്നത്. അത്യാവശ്യം നന്നായി ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. ഇതാകുമ്പോൾ ഇത് അതുകൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രാക്ടീസാണ് അധികം. ഇത് വളർത്തുന്നതിനും കുറച്ചുകൊണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഒരു അറിയിക്കും. നാട്ടിൽ കാണുന്നതൊക്കെ നീയൊക്കെ അടുക്കുന്ന ഇതൊരു പാസിമോണ്. ഇത് ഇതുവരെ ഇത് ട്രാംപോളിൻ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ചാടി കളിക്കാനുള്ളതാണ്. ഇതൊരു പേര്, അത് കുറച്ച് പേർക്ക് വെട്ടി നിർത്തിയോണ്ട് അധികം പേരൊക്കെ ഇല്ലാതെ വളരെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഇനി അടുത്ത വർഷം കർഷണം. കഴിഞ്ഞ വർഷം ഒത്തിരി പേരൊക്കെ പറിച്ചതാണ്. ഇത് ലെമണല്ല, ലൈം, ചെറുനാരങ്ങ എന്ന് പറയും. അതാണ് നിറച്ച് കായുണ്ട്. അതാണ് മൂത്ത് പറയുന്നത്. ഇത് നല്ലൊരു വേപ്പാണ്. ഇങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ഒടിച്ചു കൊടുക്കാറുണ്ട്. നിറച്ചുണ്ടാവുക. ഇല ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കാറ്റിൽ ആടുന്നതാണെന്നൊക്കെ നല്ല ഭംഗിയാണ്. ഇത് ഞങ്ങൾക്ക് നെയ്വേഴ്സിനൊക്കെ പറിച്ച് വെച്ച് കൊടുക്കാറുണ്ട്. ഇത് ഷാൻ്റെ വീട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണത്. ഇവിടെ ഒരു ലാമ്പ്, ഒരു ബാമ്പുവിൻ്റെ ഒരു ചെറിയ റൗണ്ട് സീറ്റിംഗ് ഉണ്ട്. പിന്നെ അത് ഒരു കുഞ്ഞു മൊയിലുണ്ടായിരുന്നു, അതിന് വെച്ചിരുന്ന ചെടികൾ, സ്റ്റാൻഡ്, അങ്ങനെ ഗ്ലാസ് കട്ടിങ്സ് ആയിട്ടുള്ളൊരു സാധനമുണ്ട് ഇവിടെ. Statues, wall hangings.
ആശ ചെയ്തിരിക്കുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ഈ സാധനം. ഇത് ആശ ഹാൻഡ് മെയ്ഡാണ്. ഇത് കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റ്സ്, മരത്തിൻ്റെ വുഡ് ഐറ്റംസ്. ഇതൊരു ബെഡ്റൂമാണ്. തേക്കുന്ന അറേഞ്ച്മെൻറ്റ്, ട്രെഡ്മില്ല്, നല്ലൊരു ഫ്ലവർ പോട്ട്, ക്ലോക്ക്, അതേപോലെ നല്ലൊരു ഫ്ലവർ വേസ് ഉണ്ട് ഇവിടെ. വളരെ അട്രാക്റ്റീവാണ് അത്. ഒത്തിരി വലിയൊരു സാധനം പോട്ടിനകത്ത്. ഞാനിവിടെ വേറെ എവിടെയും കണ്ടിട്ടില്ല, അത് അത്രയും ഭംഗിയാണ്. പിന്നെ ബെഡ്, 2 വാൾ ഹാങ്ങിങ്സ്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ അവരുടെ വാർഡ്രോബാണിത്. ഇതെല്ലാം സാധനങ്ങളെല്ലാം ഇട്ടിരിക്കുന്ന വാർഡ്രോബ്സ്. കബേർഡ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കബേർഡ്സും ഉണ്ട്. വളരെ പെട്ടികളെല്ലാം ബോക്സുകളെല്ലാം വെച്ചിട്ടുണ്ട് യാത്രയ്ക്കുള്ളത്. ഇത് വലിയ സൗകര്യമാണ് ഈ വാർഡ്രോബ്സ് ഇങ്ങനെ ഹാങ് ചെയ്യാമെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ അധികം ഇല്ലെങ്കിൽ കബേർഡ്സ്, അലമാരികളാണല്ലോ അധികം. അതിനെല്ലാം ഒത്തിരി സൗകര്യമാണിത്. ഞാനുള്ള അറ്റാച്ച്ഡ് ബാത്റൂം. ഇതൊരു വാഷ് കൗണ്ടർ, 2 സിങ്കോട് കൂടിയ വാഷ് കൗണ്ടറാണ്. ഇവിടെ ഒരു ചെടി ഹാങ് ഉണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് കവേർഡായിട്ടുള്ള ബാത്റൂം, ഷവർ ഏരിയ ആണത്. പിന്നെ ഇത് ബാത്റൂം ഏരിയ. പിന്നെ അവിടെ നിന്ന് തന്നെ കോറിഡോറിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ അതിൻ്റെ കാർ പോർച്ചാണിത്. ആശയുടെ വണ്ടി ആശ കൊണ്ടുപോയി, ഷാൻ്റെ ജീപ്പാണ്. പിന്നെ കുറച്ച് ഭിത്തിയിൽ ഇതിൻ്റെ ഒരു ഡീപ് ഫ്രീസറും കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അവരിടയ്ക്ക് മെൽബണിൽ പോയി കുറേ അധികം മീനൊക്കെ വാങ്ങിച്ച് മീറ്റ് ഐറ്റംസൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും ഇതിനകത്ത്. ഫ്രീസറാണ്. പിന്നെ അവന് ജീപ്പിലൊക്കെ പണിയാൻ അവൻ്റെ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യാൻ കുറേ സാധനങ്ങൾ ഇവർ സ്വയം ചെയ്യും. കുറേയെല്ലാം ഇവർക്കറിയാം. അങ്ങനെയാണ്. ക്രിക്കറ്റ് ബാറ്റ്, ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റോറിങ് ഏരിയ, എന്തൊക്കെയോ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. വണ്ടിയുടെ ഐറ്റംസാണെന്ന് തോന്നുന്നു. പിന്നെ ചെരുപ്പ് വയ്ക്കാനുള്ളൊരു സ്റ്റാൻഡ്, ചെരുപ്പ് ഹാങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് മെയിൻ ഹോൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഫസ്റ്റ് ഇവിടെ നിന്ന് ഹോളിൻ്റെ ഏകദേശം അങ്ങേറ്റം വരെ കാണാം, ഡൈനിങ് ഹോൾ വരെ കാണാം. ഇതാ ചെടിയൊക്കെ ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. നല്ല പോട്ടിൽ വലിയ ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഡ്രോയിങ് റൂമാണ്. ഇത് വലിയ വേറൊരു ചെടി, ഒത്തിരി വലുപ്പത്തിലുള്ളൊരു ചെടിയുണ്ട്. ഇതൊക്കെ കുറച്ച് ക്യൂരിയസ് ഉണ്ട്. ഇത് നല്ലൊരു ഫോട്ടോ. പിന്നെ ഒരു ബൈനോക്കുലറൊക്കെ ഇവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. ചെടി 2 സെറ്റ് ഇവിടെയുണ്ട്. ഇത് ആഫ്രിക്കയിൽ നിന്ന് വരുത്തിയ, ഓൺലൈനിൽ വരുത്തിയ 2 ഫോട്ടോസാണ്. ചെടി ഈ സ്റ്റാൻഡിൽ നിറച്ച് ചെടിയും ചെറിയ ചെറിയ ഷോ പീസുകളൊക്കെ ഉണ്ട്. പീസ് ലില്ലി എവിടെ വെച്ച് അകത്ത് വെച്ചിട്ടും പൂവുണ്ടാകുന്നുണ്ട്. ഞാൻ പുറത്ത് വെച്ചിട്ട് എനിക്ക് പൂവില്ല. പിന്നെ ഇതൊരു ഫയർ ഏരിയ എന്ന് പറയും. ഇതിനകത്ത് വെച്ച് ഇലക്ട്രിക്കൽ ഫയർ ഇതാക്കാൻ പറ്റും. ഓൺ ചെയ്താൽ ഫയർ കത്തുന്നാൽ നമുക്ക് തോന്നും.
പിന്നെ അതിൻ്റെ അടുത്ത് ചെടികളുണ്ട്, ഒരു ആനയുടെ സ്റ്റാച്ചു ഉണ്ട്, പിന്നെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു നമുക്ക് കാണാം, ഒരു വലിയ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള പോട്ടിനകത്ത്. പിന്നെ ഇത് പിന്നെയും ചെടി നമുക്ക് കാണാം. ഇതാണ് പടുത്തിരിക്കുന്ന മണി പ്ലാന്റാണത്. പണ്ടത്തെ ഏത് പശുവിൻ്റെ മറ്റോ തല, പോത്തിൻ്റെ തല, വേറെ സ്റ്റാച്ചു. ഇതാണ് സെക്കൻഡ് സിറ്റിംഗ് റൂം. ഇവിടെ നമുക്ക് ഇത് ഒരു ഭിത്തിയിൽ ആശ ചെയ്ത ആർട്ടാണ്, പക്ഷെ നന്നായി വരയ്ക്കും, പെയിൻറ്റ് ചെയ്യും. പിന്നെ അവിടെയും ചെടികളുണ്ട്, എല്ലായിടത്തും ചെടിക്ക് ഷാൻ ഭയങ്കര പ്രൈസ്, അതുകൊണ്ട് വലിയ വലിയ പ്ലോട്ടുകളിലാണ് ചെടി ഇരിക്കുന്നത്. ചിലതെല്ലാം പുറത്ത് വീലുള്ളതുണ്ട്, അത് പുറത്ത്. ഇത് ഷാൻ്റെ ഹോം തിയേറ്ററാണ്. ഇവിടെ ടേബിളുണ്ട്, അതിലൊരു സ്റ്റാച്ചു കിടക്കുന്നൊക്കെ ആയിട്ടുണ്ട്. ഇത് നല്ല ഫുള്ളി ബ്ലാക്കായിട്ട് ചെറിയ നല്ല ഇരുട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ റെഡ് പെയിൻ്റാണ്. വാൾസ് കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഇതാണ് മറ്റേ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സാണ്. കാല് നീട്ടിയിരുന്ന് സിനിമ കാണാം. നല്ല സോഫ സെറ്റാണ്, ഇരിക്കാൻ വളരെ സൗകര്യമുണ്ട്. കോറിഡോർ ഇത് ബെഡ്റൂമാണ്. ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഇത് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, ടീപ്പോയുണ്ട്. ഇതിനകത്ത് ഷെൽഫ്സ് ഉണ്ട്, നന്നായിട്ട് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹാങ്ങിങ്സ് ഇവിടെ നന്നായി ഹാങ് ചെയ്ത് ചെടികളൊക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഹാങ് ചെയ്തിടാൻ നല്ലോണം, അതിനുള്ള സൗകര്യമാണ്. ഇത് വലിയൊരു സൗകര്യം. ഇങ്ങനെ അലമാരികൾ വീട്ടിലില്ലാത്ത, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മതി. ഗ്ലാസ് അങ്ങോട്ട് മൂവ് ചെയ്താൽ നമുക്ക് സൗകര്യം. നല്ലൊരു മണി പ്ലാന്റ് ഇവിടെ വളർന്നിട്ടുണ്ട്. അത് അവന് ചെടിയോട് ക്രേസ് ഉള്ളതുകൊണ്ട് അത് പോട്ടിൽ വളർത്തി അത് മുകളിലേക്ക് വരെ ആക്കി ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആശയുടെ ഡ്രോയിങ്സാണത്, ആശ ചെയ്ത പെയിൻറ്റിങ്സ്. മോനൊരു ഞങ്ങളിവിടെ ഇടയ്ക്ക് വന്ന് കിടക്കും. അപ്പോൾ ഒരു ക്യാറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, ടോയ്. അതിനോടടുത്താണ് ഷാൻ്റെ കമ്പ്യൂട്ടർ റൂമാണ്. അവിടെയും ചെടിയെല്ലാം നിറച്ച് വളർത്തിയിട്ട് മണി പ്ലാന്റ്സ് ഉണ്ട്, ഒത്തിരി അല്ലാതെ ചെടികളുണ്ട്. ഷാൻ ഇത് ഷാൻ ഹിമാലയ കയറിയതിൻ്റെ അവാർഡ് കിട്ടിയതാണ് ഷാനിവിടെ. പിന്നെ ഇത് ഗൺ ഷൂട്ടിങ്. പിന്നെ ഷാൻ്റെ ഫോട്ടോ, ഞങ്ങളുടെ ഫോട്ടോസെല്ലാം ഇവിടെയുണ്ട്. കുറച്ച് ക്യൂരിയോസൊക്കെ ഇവിടെ ബുക്സാണ്. പിന്നെ മറ്റെല്ലാം മുകളിലിരിക്കുന്ന ആശയുടെ പെയിൻറ്റിങ്സാണ്. പിന്നെ ചെടി ഇവിടെയും നിറച്ച് ചെടികൾ, പ്ലാന്റ്സ് അവിടെ നട്ടിരുന്നതാണ്. ഭിത്തിയിൽ അവനിങ്ങനെ ചെറിയ ക്ലിപ്പ് ചെയ്ത് അവൻ ഇത് കയറ്റുക, ചെറിയ പിടുത്തത്തിനുള്ളത് എന്തോ ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ അതങ്ങനെ കയറി പോയി, കുഴപ്പമില്ലാതെ. ഇവിടെ നിന്നുള്ള കോറിഡോറാണത്. ഒരു പ്ലാൻ പോട്ട്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, ഫ്ലവേഴ്സാണ്. ഞങ്ങളുടെ ബെഡ്റൂമിനോട് ചേർന്ന ബാത്റൂമാണിത്. ഇതാണ് ബാത്റൂം. ബാത്ടബ് സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ക്യാബിൻ, ഗ്ലാസ് ക്യാബിനാണ് കുളിക്കാനുള്ളത്. നല്ലൊരു ഫ്ലവർ പോട്ട് അവിടെയുണ്ട്. ബാത്ടബ്, ഇത് നല്ലൊരു വാഷ് കൗണ്ടർ. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ. ഈ ലൈറ്റ് പ്രത്യേക ലൈറ്റാണ്, നല്ല ഭംഗിയായിട്ട്, നല്ല ഭംഗിയുള്ള ലൈറ്റാണ്.
ഇത് മോൻ്റെ റൂമാണ്. മോൻ്റെ ഡ്രസ്സിങ് ടേബിളൊക്കെ ഇതിനകത്ത് തന്നെ, ക്യാബിനകത്ത് ഗ്ലാസ് മൂവ് ചെയ്താൽ ഇതിനകത്താണ് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിനകത്തൊരു ലണ്ടൻ ബോണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് അവൻ്റെ ബെഡ് കൊടുക്കുക. അവനിതൊക്കെ കിടത്തി തുടങ്ങിയിട്ടില്ല, എങ്കിലും ഇവിടെ ഇരുന്ന് കളിക്കും. ഇപ്പോൾ ഡബിൾ ബെഡാണ്, അതിന് മുകളിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അവൻ്റെ കളിക്കോപ്പുകളൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കുന്നു. അവൻ്റെ പണ്ടത്തെ ചെറിയ കളിക്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഈ പെട്ടിക്കകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് പുഷ് ബാക്ക്. ഇത് നമ്മൾ നന്നായിട്ട് എക്സസൈസറാണിത്. ഞാനിതിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വേസ്റ്റ് വയറൊക്കെ കുറയാൻ നല്ലൊരു എക്സസൈസറാണിത്. ഇവിടുന്ന് പുറത്തേക്ക് വ്യൂ ഉണ്ട്. നല്ല വലിയ കോർട്ട് പോലെയുള്ള ഏരിയ ഉണ്ട്. ഷാന കളിക്കാൻ ബാഡ്മിൻ്റൻ്റെ പുല്ലുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ബാത്റൂം. ഈ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണിത്. അതിന് അടുത്തായിട്ട് ചെറിയൊരു സ്റ്റോറിങ് പ്ലേസ് ഉണ്ട്. അതിന് ക്യാരംസ് ബോർഡ് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ കുറേ പെയിൻറ്റിങ്സൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാം തൂക്കിയിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് അവൻ്റെ സെക്കൻഡ് സിറ്റിംഗ് റൂമിൽ വെച്ചിരിക്കുന്ന ഒരു വാഴ പോലത്തെ ചെടിയാണ്. വലിയ പോട്ടിലാണ് അത് വെച്ചിരിക്കുന്നത്. അതൊക്കെ മുകളിൽ റൂട്ടിൽ മുട്ടാൻ പാകത്തിനായിട്ടുണ്ട്, അത്രയായിട്ടുണ്ട്. അവിടെ കുറച്ച് മണി പ്ലാന്റ് അവൻ ഹാങ് ചെയ്തതും കാണും. ഇവിടെ ഇരുന്ന് പാൻറ് ഇരുന്ന് കഴിക്കാൻ കസേരയിലൊക്കെ ഉദാഹരണം ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.